കഴിഞ്ഞ ദിവസമാണ് ഈ വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപത്ത് നിന്ന് കുഴൽപ്പണം പിടിച്ചെടുത്തത്. ഒരു ഓട്ടോയിൽ നിന്ന് കുഴൽപ്പണം പിടിച്ചെടുത്തത്. അപ്പോൾ ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ഓട്ടോ ഡ്രൈവർക്ക് ഈ സംഭവവുമായി പങ്കില്ലെന്നാണ്. പണം കൊടുത്തുവിട്ടത് കൊച്ചി മാർക്കറ്റ് റോഡിലെ ടെക്സ്റ്റൈൽസ് ഉടമയായ രാജ മുഹമ്മദ്. രാജയെ ഇന്ന് ചോദ്യം ചെയ്യും. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായിട്ട്. സഹിൻ, ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധന, ഇതിൽ നിന്നും എനിക്ക് തോന്നുന്നു 2.5 കോടിയോളം രൂപയാണ് ഈ ഓട്ടോറിക്ഷയിൽ നിന്നും പിടിച്ചെടുത്തത് എന്ന് പോലീസ് പറയുന്നത്. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? സേതു, അത് തന്നെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഈ 2,70,00,000 രൂപ കണ്ണങ്കാട്ട്, ഇടക്കൊച്ചി കണ്ണങ്കാട്ട് പാലത്തിന് സമീപം വെച്ച് പിടികൂടിയത്. അതിൽ 2 പേർ പിടിയിലായിരുന്നു. ഒരു തമിഴ്നാട് സ്വദേശിയും ഒപ്പം തന്നെ ഒരു ബീഹാർ സ്വദേശിയുമാണ് പിടിയിലായിട്ടുള്ളത്. ഇതിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാജമണി എന്ന് പറയുന്ന ഒരാൾ. അയാൾക്ക് ഇതിൽ ബന്ധമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ബീഹാർ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ കൊടുക്കുന്ന മറുപടികൾ പോലീസിന് വ്യക്തമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇനി പിടിയിലാകാനുള്ളത് അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യാനുള്ളത് ഈ പണം നൽകിയ ആളെയാണ്. അത് MNS എന്ന് പറയുന്ന ബ്രോഡ്വേയിലുള്ള ഒരു സ്ഥാപന ഉടമയാണ്. അദ്ദേഹത്തെ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസുമായി പോലീസ് മുന്നോട്ട് പോകുക. 2,70,00,000 രൂപ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ കൊടുത്തുവിട്ടത് എന്നുള്ളത് സംബന്ധിച്ച് പോലീസിന് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് കാര്യങ്ങൾ പോലീസിന് വ്യക്തമാകേണ്ടതുണ്ട്. അതെല്ലാം പോലീസിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നൽകുന്ന വിശദീകരണമാണ് ഇനി ഈ കേസ് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നത് സംബന്ധിച്ച് പോലീസിന് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുക. ഒപ്പം തന്നെ സെയിൽസ് ടാക്സും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. സേതു.